വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കർബലയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ് സൂചിപ്പിച്ചിരുന്നത്. അതിൽ സൂചിപ്പിക്കപ്പെട്ട ചില ഭാഗങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജുകളായിട്ടുള്ള ആളുകൾ വധിച്ചതിന് ശേഷം കൂഫയിലുള്ള ആളുകൾ അവർ അഹ്ലു ബൈത്തിനെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു. അവർ മുഴുവനും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന് അവർ ബൈഅത്ത് നൽകുന്നു. അതേസമയം സിറിയയിലുള്ള ഷാമിലുള്ള ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനും ബൈഅത്ത് നൽകുന്നു. അപ്പം ഇസ്ലാമിക ഉമ്മത്തിൽ ആദ്യമായിട്ട് 2 ഖലീഫമാർ നിലവിൽ വരികയാണ്. സ്വാഭാവികമായിട്ടും മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചില രക്തച്ചൊരിച്ചിലിന് കാരണമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് കണ്ട് മനസ്സിലാക്കിയ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അതിനെല്ലാം സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൽ വീണ്ടും ഒരു പ്രശ്നമുണ്ടാകാൻ ഇത് കാരണമായേക്കും എന്ന് ഭയന്ന ഹസൻ റളിയല്ലാഹു അൻഹു സ്വമേധയാ അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ്. 6 മാസത്തിന് ശേഷം അദ്ദേഹം തന്നെ ഖലീഫ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൂഫ നിവാസികളൊന്നും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ ഉമ്മത്തിൻ്റെ ഐക്യത്തിന് കണക്കിലെടുത്തുകൊണ്ട് ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ അത്ഭുതപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പ് തന്നെ പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു, കുട്ടിയായിരിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തി പോയി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് തോളിലിരുത്തി മിമ്പറിലേക്ക് വീണ്ടും കയറുകയും ഖുതുബ തുടരുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, സദസ്സിലുള്ള ആളുകളോട്, സ്വഹാബികളോട് പറയുകയുണ്ടായി, ഇന്ന ബനി ഹാദാ സയ്യിദ്, തീർച്ചയായിട്ടും എൻ്റെ ഈ മകൻ അവനൊരു നേതാവായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുസ്ലിഹു ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ, ഇവൻ കാരണം മുസ്ലിങ്ങളിലുള്ള വലിയ 2 വിഭാഗത്തിൽ അള്ളാഹു സുൽഹുണ്ടാക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, 2 വലിയ വിഭാഗത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇവനിലൂടെ അതിന് അനുരഞ്ജനം സുൽഹുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങൾക്കും ശേഷം ഈ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവചനം പൂർത്തീകരിക്കുന്നത് കൂടെയാണ് നമ്മളിവിടെ കാണുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് സ്ഥാനത്ത് നിന്നും മാറി പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം തുടരുകയാണ്. അങ്ങനെ ഹിജ്റ 50-ാം വർഷം ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് പിന്നീട് ഹിജ്റ 10 വർഷത്തിന് ശേഷം ഹിജ്റ 60-ാം വർഷം മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിനൊരൽപ്പം മുമ്പ് തൻ്റെ പിൻഗാമിയായിട്ട് യസീദ് ബിൻ മുആവിയയെ ഖലീഫയായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ പല ആളുകളും, പ്രത്യേകിച്ച് മക്കയിലും മദീനയിലുണ്ടായിരുന്ന വളരെ പ്രായം ചെന്ന സ്വഹാബികളും അഹ്ലു ബൈത്തിനെ അനുകൂലിക്കുന്ന പല ആളുകളും ആ ഒരു തീരുമാനത്തെ അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അതിനെയൊന്നും അദ്ദേഹം അവഗണിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് ചെയ്യാനുള്ള ഒരു കാരണം വീണ്ടും ഉമ്മത്തിലൊരു പ്രശ്നം വരാതെ വളരെ വളരെ നല്ലതായ രൂപത്തിൽ തന്നെ ഈ ഒരു കാര്യം തുടർന്നു പോകണമെന്നുള്ള ഒരു ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. പക്ഷേ പല ആളുകളും വന്ന് അതിനെ അനുകൂലിച്ചില്ല. സ്വാഭാവികമായിട്ടും മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം യസീദ് ബിൻ മുആവിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു സ്വഹാബിയല്ല, അദ്ദേഹം ഖലീഫയായിട്ട് സ്ഥാനത്തിലേക്ക് വരുന്നു. അദ്ദേഹം ഖലീഫയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ബൈഅത്ത് നൽകാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്നദ്ധമാകുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്നദ്ധമാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഇറാഖിലെ കൂഫയിലുള്ള ആളുകൾ വളരെയധികം സന്തോഷിക്കുന്നു. അവർ മുഴുവനും അദ്ദേഹത്തെ കൂഫയിലേക്ക് വരാനും അവിടെ വന്നുകൊണ്ട് അധികാരം ഏറ്റെടുക്കാനും അവർ നിരന്തരം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്നും അറിയാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് തൻ്റെ സഹോദരനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ വിടുന്നു. മുസ്ലിം ഇബ്നു അഖീൽ അവിടെ എത്തുകയും അവിടെ കൂഫ നിവാസികളായ 40,000-ഓളം വരുന്ന കൂഫ നിവാസികൾ മുഴുവനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവർ ബൈഅത്ത് നൽകുന്നു.
ഈ ബൈഅത്ത് നൽകിയതോടുകൂടെ ഈ പറയുന്നതെല്ലാം കൂഫ നിവാസികൾ പറയുന്നതെല്ലാം സത്യമാണ്, താങ്കൾ ഉടൻ തന്നെ മക്കത്തിൽ നിന്നും കൂഫയിലേക്ക് പുറപ്പെടേണ്ടതുണ്ടെന്ന് ഒരു സന്ദേശം മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്ന് ഭയപ്പെട്ട യസീദ് ബിൻ മുആവിയ, അദ്ദേഹം സിറിയയിലാണുള്ളത്, അദ്ദേഹം തൻ്റെ കരുതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ അതിന് കെൽപ്പുള്ള വളരെ തന്ത്രശാലിയായിട്ടുള്ള ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു ക്രൂരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പടത്തലവനെ ഗവർണറായിക്കൊണ്ട് അദ്ദേഹം കൂഫയിലേക്ക് അയക്കുന്നു. അദ്ദേഹം കൂഫയിലെത്തുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാം അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവരെല്ലാം അദ്ദേഹത്തെ ഉറക്കെ വാഴ്ത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുന്നു. ആ ജനങ്ങളോട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല മറിച്ച് ഞാൻ നിങ്ങളെ പുതിയ ഗവർണറായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി വന്ന യസീദ് ബിൻ മുആവിയയുടെ അനുയായിയാണെന്ന് അവരെ ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അന്നത്തെ ഗവർണറായിരുന്ന നുഅ്മാൻ ബിൻ ബഷീറിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഗവർണർ സ്ഥാനം ഏൽക്കുന്നു. ഗവർണർ സ്ഥാനം ഏറ്റ ഉടനെ, അതുവരെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നത്, ഗവർണർ സ്ഥാനം അദ്ദേഹം ഏറ്റ ഉടനെ അദ്ദേഹം ആദ്യം ചെയ്തത് എങ്ങനെയെങ്കിലും മുസ്ലിം ഇബ്നു അഖീലിനെ അദ്ദേഹത്തിന് പിടിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോകുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് മുസ്ലിം ഇബ്നു അഖീലിനെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ കൂഫ പട്ടണത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് കേവലം 17 ആളുകളാണ്. ആ 17 ആളുകളിൽ ഒരാളെ അദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ട് ഒരു യാത്രക്കാരൻ്റെ രൂപത്തിൽ വേഷപ്രച്ഛന്നനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3000-ഓളം ദുർഹം നൽകിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ വേഷപ്രച്ഛന്നനായിട്ട് യാത്രക്കാരനായി അഭിനയിക്കുന്ന ഈ വ്യക്തി അദ്ദേഹം ഓരോ ആളുകളിലും പോയി ചെന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുകൂലിയാണ്, എൻ്റെ കയ്യിലുള്ള ഈ പണക്കിഴി എനിക്ക് മുസ്ലിം ഇബ്നു അഖീലിനെ ഏൽപ്പിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി എന്നെ സിറിയയിൽ നിന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുകൂലികൾ പറഞ്ഞയച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മുസ്ലിം ഇബ്നു അഖീൽ എവിടെയാണുള്ളതെന്ന് നിങ്ങൾ കാണിച്ചു തരണമെന്ന് അദ്ദേഹം കാണുന്ന ആളുകളോടൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയി അവസാനം അദ്ദേഹം എത്തിച്ചേർന്നത് ഹാനി ബിൻ ഉർവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഇബ്നു അഖീലിനെ സംരക്ഷിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഹാനി ബിൻ ഉർവ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യസീദ് ബിൻ മുആവിയയുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യക്ഷത്തിൽ. പക്ഷേ അദ്ദേഹം പരോക്ഷമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്ന വ്യക്തിയായിരുന്നു. അതായത് അകം കൊണ്ട് അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുകൂലിയും, പക്ഷേ പ്രത്യക്ഷത്തിൽ എല്ലാവരും കരുതിയത് അദ്ദേഹം യസീദ് ബിൻ മുആവിയയുടെ അനുകൂലിയാണെന്നാണ്. പക്ഷേ അദ്ദേഹം ഈ രൂപത്തിലായിരുന്നു അവർ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മുസ്ലിം ഇബ്നു അഖീലിനെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ അവസാനം ഈ വേഷപ്രച്ഛന്നായിട്ടുള്ള ആൾ ആ വീട്ടിലെത്തുകയും അദ്ദേഹത്തോട് കാര്യം പറയുകയും ചെയ്തു. അതായത് ഈ പണക്കിഴി എനിക്ക് മുസ്ലിം ഇബ്നു അഖീലിനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹാനി ബിൻ ഉർവ പറഞ്ഞു, അത് എന്നെ ഏൽപ്പിക്കുക, ഞാൻ കൊടുത്തോളാം. അതോടുകൂടെ ഈ വന്ന ആൾക്ക്, അതായത് ഈ ചാരനായിട്ടുള്ള വ്യക്തിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് വിവരങ്ങൾ അറിയിച്ചു. അതായത് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഇബ്നു അഖീലിനെ സംരക്ഷിച്ചിരിക്കുന്നത് ഈ ഹാനി ബിൻ ഉർവ എന്ന് പറയുന്ന നമ്മളെല്ലാം നമ്മുടെ ഭാഗത്താണെന്ന് കരുതുന്ന ഈ വ്യക്തിയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഉടൻ തന്നെ ഇബ്നു സിയാദ് ഹാനി ബിൻ ഉർവയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിർബന്ധമായിട്ടും എനിക്ക് മുസ്ലിം ഇബ്നു അഖീലിനെ നിങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം നിഷേധിച്ചു, എൻ്റെ കയ്യിലല്ല അദ്ദേഹം എന്ന് നിഷേധിച്ച സമയത്ത് ഈ വേഷപ്രച്ഛന്നനായിട്ടുള്ള വ്യക്തിയെ അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതോടുകൂടെ പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായി. പക്ഷേ അദ്ദേഹം മുസ്ലിം ഇബ്നു അഖീലിനെ കൈമാറാൻ സന്നദ്ധനായില്ല. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു, അദ്ദേഹത്തെ തടവിലിടുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഒളിവിൽ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷണത്തിൽ കഴിയുന്ന മുസ്ലിം ഇബ്നു അഖീലും അറിയുന്നുണ്ട്. മുസ്ലിം ഇബ്നു അഖീൽ ഉടൻ തന്നെ കൂഫ നിവാസികൾക്കൊരു രഹസ്യ സന്ദേശം അയച്ചു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഇബ്നു സിയാദിൻ്റെ കോട്ടയുടെ പുറത്തേക്ക് യുദ്ധസന്നാഹരായിട്ട് എത്തേണ്ടതുണ്ട്. കാരണം അവിടെ ഞങ്ങളെ ഈ ഇബ്നു സിയാദിൻ്റെ ആളുകൾ ആക്രമിക്കുന്നുണ്ടെന്ന് ഒരു രഹസ്യ സന്ദേശം അയച്ചു. രഹസ്യ സന്ദേശം കിട്ടിയ ഉടനെ, ഞാൻ നേരത്തെ പറഞ്ഞു 12,000-ലേറെ ആളുകൾ ബൈഅത്ത് ചെയ്ത ഈ ഒരു പ്രദേശത്ത് നിന്നും കേവലം 4,000 ആളുകൾ യുദ്ധസന്നാഹരായിട്ട് കോട്ടയ്ക്ക് പുറത്ത് വന്നു നിന്നു. അപ്പോൾ 4,000 ആളുകൾ കോട്ടയ്ക്ക് പുറത്ത് കോട്ട ഉപരോധിച്ചുകൊണ്ട് അവിടെ നിന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തുള്ളത് ഇബ്നു സിയാദും കേവലം 17 ആളുകളും പിന്നെ അവർ തടവിലിട്ട ഈ ഹാനി ബിൻ ഉർവ എന്ന് പറയുന്ന മനുഷ്യരും മാത്രമാണ്. പുറത്ത് 4000-ലേറെ കൂഫ നിവാസികളുണ്ട്. അപ്പം ബലം കൊണ്ടൊരിക്കലും അവരെ തോൽപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ തന്ത്രശാലിയായ ഇബ്നു സിയാദ് അവിടെ വലിയൊരു കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം പുറത്ത് നിൽക്കുന്ന ഓരോ ഗോത്രത്തലവന്മാരെയും അദ്ദേഹം വിളിച്ച് അദ്ദേഹം ഈ സംസാരിക്കാൻ വളരെ മിടുക്കനായ അദ്ദേഹം വളരെ വലിയ വലിയ വാഗ്ദാനങ്ങൾ അവർക്ക് നൽകാൻ തുടങ്ങി. അവർക്ക് ഓരോരുത്തർക്ക് വേണ്ട മുഴുവൻ വാഗ്ദാനങ്ങളും നൽകി അവരോരോരുത്തരായിട്ട് ഇദ്ദേഹം സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വാധീനത്തിലെല്ലാം ഈ കൂഫ നിവാസികളിൽപ്പെട്ട ഈ ഗോത്രത്തലവന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ വഴങ്ങുകയും ചെയ്തു. അദ്ദേഹം സ്വാധീനത്തിന് വഴങ്ങാത്ത ആളുകൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വരുതിയിലേക്ക് വരുത്തുകയും രാവിലെ 4000-ഓളം ആളുകൾ രാവിലെ 4000-ഓളം ആളുകൾ ഉണ്ടായിരുന്ന ഈ ഒരു സൈന്യത്തിൽ നിന്നും അസർ നമസ്കാര സമയമായപ്പോഴേക്കും പിന്നീട് കേവലം 70 ആളുകൾ മാത്രമാണ് മുസ്ലിം ബിൻ അഖീലിൻ്റെ കൂടെ ഉള്ളത്. അതായത് 4000 ആളുകൾ ചുരുങ്ങി അസർ നമസ്കാരമായപ്പോഴേക്കും കേവലം 70 മാത്രമായിട്ട് മാറി. അത് പിന്നെ മഗ്രിബ് നമസ്കാര സമയമായപ്പോഴേക്കും 70 എന്നുള്ളത് 30 രാത്രി നേരം ഇരുട്ടിയതോടുകൂടെ 30 എന്നുള്ളത് വെറും 10 മാത്രമായിട്ട് മാറി. ചിന്തിച്ചു നോക്കുക, ഇത്രയും വലിയ ഒരു വാഗ്ദാനം നൽകിയ ഒരു നാട്ടിലുള്ള അദ്ദേഹം എത്തിയപ്പോൾ ആ നാട്ടുകാരദ്ദേഹത്തെ വഞ്ചിച്ച രൂപം നോക്കുക. രാത്രിയായ സമയത്ത് വെറും 10 ആളുകൾ മാത്രമാണ് പിന്നീട് മുസ്ലിം ബിൻ അഖീലിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, കോട്ടയ്ക്ക് പുറത്ത് നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ബിൻ അഖീൽ ആ കൂഫ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ അഹ്ലുബൈത്തിനെ അനുകൂലിച്ചിരുന്ന കിന്ദ എന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ഈ 10 ആളുകളെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ 10-9 പേരും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് അവശേഷിക്കുന്നത് ഈ മുസ്ലിം ബിൻ അഖീൽ എന്ന് പറയുന്ന മനുഷ്യന് മാത്രമാണ്. 40,000-ലേറെ ആളുകൾ ബൈഅത്ത് നൽകിയ ഒരു പ്രദേശത്ത് 12 മണിക്കൂർ കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ, അത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ വളരെ നീചമായ രൂപത്തിൽ അദ്ദേഹത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. അദ്ദേഹം മാത്രമായിട്ട് ആ പട്ടണത്തിൽ ബാക്കിയാവുകയാണ്. അപ്പോൾ വിശന്ന് വലഞ്ഞ ഈ മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹു അവിടെയുള്ളൊരു വീട്ടിൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹം വാതിലിൽ മുട്ടുകയാണ്. അപ്പോൾ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ വാതിൽ തുറക്കുന്നു. അപ്പോൾ ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീയോട് അദ്ദേഹം ഒരല്പം വെള്ളം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വെള്ളം നൽകി വെള്ളം കുടിച്ചതിന് ശേഷവും അദ്ദേഹം പോകുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, ഞാൻ മുസ്ലിം ബിൻ അഖീലാണ്, ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ സ്ത്രീ വൃദ്ധയായ സ്ത്രീക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നുകയും അന്ന് രാത്രി അവിടെ തങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ വൃദ്ധയുടെ മകൻ വീട് അതായത് ഈ ഉമ്മയെ സന്ദർശിക്കാൻ വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഒരു അന്യപുരുഷൻ അവിടെ കാണുമ്പോൾ കാര്യം അന്വേഷിച്ച സന്ദർഭത്തിൽ ഉമ്മ ഇത് മുസ്ലിം ബിൻ അഖീലാണ് എന്ന് ആ മകനോട് വെളിപ്പെടുത്തുക. പക്ഷേ മകനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഒരിക്കലും നീ ഇത് അറിയിക്കരുത്, കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് പ്രത്യേകമായിട്ട് ഉമ്മ പറഞ്ഞെങ്കിലും അത്യാഗ്രഹിയായിട്ടുള്ള മകന് പണത്തിന് അത്യാഗ്രഹം തോന്നി മകന് നമസ്കരിക്കാൻ പോകുന്നു എന്ന വ്യാജേന പള്ളിയിൽ പോയിട്ട് ഇബ്നു സിയാദിൻ്റെ പടയാളികളോട് കാര്യം അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇബ്നു സിയാദിൻ്റെ പടയാളികൾ വന്നിട്ട് ഈ വീട് വളഞ്ഞ് മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം കീഴടങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ അവർ ഈ വീട് തീ വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടുകൂടി അദ്ദേഹം പുറത്തു വരികയും അവർക്ക് കീഴടങ്ങുകയും ചെയ്തു. കീഴടങ്ങി അദ്ദേഹത്തെ ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം പടത്തലവനായിട്ടുള്ള ഇബ്നു അശ്വറിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് താങ്കളോടൊരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്, അത് താങ്കൾ എനിക്ക് നിറവേറ്റി തരണം. അതെൻ്റെ അവസാനത്തെ ഒരു അഭ്യർത്ഥനയാണ്, അതൊരിക്കലും നിങ്ങൾ നിരസിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾ എങ്ങനെയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അദ്ദേഹത്തിന് ഒരല്പം അലിവ് തോന്നിയത് കൊണ്ട് അദ്ദേഹം അതിന് സമ്മതിച്ചു. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ സന്ദേശം, അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൈമാറിയ സന്ദേശം, നിങ്ങളൊരിക്കലും മക്കത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെടരുത്, കൂഫയിലെ ജനങ്ങൾ എന്നെയും നിങ്ങളെയും വഞ്ചിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് അദ്ദേഹം എഴുതി നൽകിയത്. അപ്പോൾ ഈ സന്ദേശം ഞാൻ എത്തിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ ഹാനി ബിൻ ഉർവയെയും ഈ മുസ്ലിം ബിൻ അഖീലിനെ അവർ ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. ഇബ്നു സിയാദ് അവിടെ വെച്ചുകൊണ്ട് വിചാരണ ചെയ്ത് കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴേക്ക് എറിഞ്ഞ്
മുസ്ലിം ബിൻ അഖീലിനെ വധിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം കലിമ ചെല്ലുന്നതിന് ഒരല്പം മുമ്പ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ആ നാട്ടുകാരോട്, കൂഫ ജനങ്ങളെ, നിങ്ങൾക്കും എനിക്കുമിടയിൽ അള്ളാഹു വിധികർത്താവായിട്ടുണ്ടാകുമെന്നാണ് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തെ താഴേക്ക് വലിച്ചെറിഞ്ഞ് വധിക്കുകയാണ്. അയാളോട് കൂടെ ഹാനി ബിൻ ഉർവ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹത്തെ കുരിശിലേറ്റുകയും വളരെ മൃഗീയമായിട്ട് അദ്ദേഹത്തെ കൊന്ന അദ്ദേഹത്തിൻ്റെ ശവശരീരം കൂഫ നഗരത്തിന് മുന്നിൽ അവിടെ കെട്ടിത്തൂക്കുകയും ചെയ്തു. കാരണം ഇതൊരു താക്കീത് എന്നുള്ള നിലക്ക്. അപ്പോൾ ഇതോടുകൂടെ ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ മക്കയിലേക്ക് പോകണം. മക്കയിൽ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം അയച്ച സന്ദേശം, അതായത് നിങ്ങൾ ഉടൻ മക്കയിലേക്ക് പുറപ്പെടണമെന്ന് അയച്ച സന്ദേശം ഒരല്പം മുമ്പാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ അത് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും എടുത്തിട്ടാണ്. നമ്മൾ ഇന്നുള്ള പോലെ മെയിലും അല്ലെങ്കിൽ കത്ത് അയക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഒരു സന്ദേശവാഹകൻ അവിടെ എത്താൻ മാസങ്ങളെടുക്കും. അപ്പോൾ ആദ്യം മുസ്ലിം ബിൻ അഖീൽ അയച്ച സന്ദേശം ആ സമയത്ത് മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉടനെ കൂഫയിലേക്ക് പുറപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യാത്രക്ക് ഒരുങ്ങുകയാണ്. ആദ്യത്തെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രക്ക് ഒരുങ്ങുകയാണ്. ഹിജറ വർഷം ദുൽഹജ്ജ് മാസം 8-ാം തീയതിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രക്ക് ഒരുങ്ങുന്നത്. ഈ യാത്രക്ക് ഒരുങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് ദുൽഹജ്ജ് 9 അറഫ ദിനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം ബിൻ അഖീലിനെ അവർ ഈ വധിക്കുന്ന സംഭവം നടക്കുന്നത് അറഫ ദിനത്തിൻ്റെ അന്നാണ്. ഈ വധിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ ജീവിച്ചിരുന്ന നിരവധി സ്വഹാബികൾ അദ്ദേഹത്തോട് ആ യാത്രയെ സംബന്ധിച്ച് വിലക്കി. പ്രത്യേകിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കൂഫയിലേക്ക് പോകരുത്, നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ചവരാണ് അവർ, അതുകൊണ്ട് നിങ്ങൾ പോകരുത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ വഞ്ചിക്കുമെന്ന് അവർ നിരന്തരം അദ്ദേഹത്തോട് ഉണർത്തിയെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി, അല്ലെങ്കിൽ താൻ പോകുന്നതാണ് ശരിയെന്ന് അദ്ദേഹം തോന്നുകയും അദ്ദേഹം യാത്ര പുറപ്പെടുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ, അദ്ദേഹം യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നൊരു ഹദീസുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഒരു സംഭവം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനതിപ്പം താങ്കളോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ മരണത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾക്ക് ഞാൻ രണ്ട് ചോയ്സ് ഞാൻ നൽകുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ദുനിയാവ് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഖിറത്തിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാം. അതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് ആഖിറത്താണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ അനുയായിയായ രക്തബന്ധുവായ താങ്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ആഖിറം തിരഞ്ഞെടുക്കുക. ദുനിയാവിൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ യാത്ര പോകരുതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിലക്കുന്നുണ്ട്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്ന മറുപടി, ഞാൻ യാത്ര പോയിട്ടില്ലെങ്കിലും അവരെന്നെ തിരഞ്ഞ് ഇവിടെ വരും, പിന്നീട് അവർ മക്കയിൽ വെച്ചുകൊണ്ട് അവർ രക്തം ചിന്തും, അതുകൊണ്ട് തന്നെ ഈ പവിത്രമായിട്ടുള്ള മക്കയിൽ രക്തം ചിന്താൻ ഞാൻ സമ്മതിക്കുകയില്ല, അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ മക്കത്ത് പുറത്ത് മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യാത്ര ആരംഭിക്കുന്നത്. അദ്ദേഹത്തോടു കൂടെ ജഅഫർ ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ ജഅഫർ ബിൻ അബി ത്വാലിബിൻ്റെ മക്കൾ, അതേപോലെ തന്നെ അവർ വധിക്കപ്പെട്ട മുസ്ലിം ബിൻ അഖീലിൻ്റെ മക്കളും അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100ഓളം വരുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആളുകളെയും കൂട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് യാത്രയാവുകയാണ്. കൂഫയിലേക്ക് യാത്രയായി അദ്ദേഹം ഏകദേശം കൂഫക്ക് അരികെ എത്താനായ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സന്ദേശവാഹകനെ അദ്ദേഹം മുൻകൂട്ടി അയക്കുകയാണ്. ഈ തൻ്റെ ആഗമനം അറിയിക്കാൻ വേണ്ടി ഒരു സന്ദേശവാഹകനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുൻകൂട്ടി അയക്കുന്നു. അപ്പോൾ കൂഫ നിവാസികളെ സംബന്ധിച്ച് കൂഫയിലുള്ള ഇബ്നു സിയാദിൻ്റെ പടയാളികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ആരെങ്കിലും ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുകൂലികൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഈ ഒരു സന്ദേശവാഹകന് വരുന്നത്, അവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സന്ദേശവാഹകനെ അവർ വധിക്കുകയും ചെയ്തു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും മറുപടി അതായത് ഇയാൾ തിരിച്ചു വരാത്തത് കണ്ട സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു സന്ദേശവാഹകനെ കൂഫയിലേക്ക് അയക്കുന്നു. അപ്പോൾ ഈ സന്ദേശവാഹകനും കൂഫയിലെത്തുന്നു. അവർ ആ രണ്ടാമത് വന്ന സന്ദേശവാഹകനെയും അവർ വളരെ നിഷ്ഠൂരമായിട്ട് അവർ വധിക്കുന്നു.
അപ്പം രണ്ടാമത്തെ സന്ദേശവാഹകനും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുമുട്ടുന്നു. ആ ആൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ഇബ്നു അഖീൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ആ പടത്തലവനോടൊരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനമായിട്ട് ഞാൻ ഈ നൽകുന്ന സന്ദേശം നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിക്കണമെന്നൊരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൂഫയിൽ നിന്നൊരു മനുഷ്യനെ മക്കയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഈ സന്ദേശവാഹകനെ വഴിയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയതോടുകൂടെ അതുവരെ നടന്ന മുഴുവൻ ചിത്രവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ സമയത്ത് മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുവരെ നടന്ന മുഴുവൻ സംഭവങ്ങളും അറിയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചു പോകണോ അതോ തൻ്റെ യാത്ര മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സന്ദർഭത്തിൽ താൻ കൂടെയുള്ള 100 പേരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം ഇബ്നു അഖീലും അവർ വധിച്ച മുസ്ലിം ഇബ്നു അഖീലിന് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പിതാവിൻ്റെ ഈ ഒരു വധത്തിന് ഞങ്ങൾക്ക് പകരം ചോദിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എന്തു വന്നാലും താങ്കൾ യാത്ര മുന്നോട്ട് തുടരുക, ഞങ്ങൾ പിറകിലുണ്ട്. മറ്റുള്ള ആളുകൾ, ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, ഒരു പക്ഷേ കൂഫയിലുള്ള ആളുകൾ നിങ്ങളെ നേരിട്ട് കണ്ടാൽ അവരുടെ മനസ്സ് മാറി അവർ നിങ്ങൾക്ക് അനുകൂലമായി വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര മുന്നോട്ട് തുടരുന്നു. അങ്ങനെ ഹിജ്റ വർഷം 61 മുഹറം മാസം 3-ാം തീയതി കർബല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ഇബ്നു സിയാദിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ വളയുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇബ്നു സിയാദ് ഉടൻ തന്നെ യസീദ് ബിൻ മുആവിയ, സിറിയയിലുള്ള യസീദ് ബിൻ മുആവിയക്ക് ഉടൻ തന്നെ നിർദ്ദേശം അയച്ചു, എനിക്ക് പ്രത്യേകമായിട്ടുള്ള സൈന്യം വേണ്ടതുണ്ടെന്ന് നിർദ്ദേശം അയക്കുകയും യസീദ് ബിൻ മുആവിയ 4000-ഓളം വരുന്ന സൈന്യം, അത് മറ്റൊരു പ്രദേശത്തേക്ക് ആക്രമണത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച 4000-ഓളം വരുന്ന സൈന്യത്തെ ഇബ്നു സിയാദിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ 4000-ലേറെ വരുന്ന സൈന്യം കർബല എന്ന പ്രദേശത്ത് വെച്ച് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വളയുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, ഒരു ഭാഗത്ത് 4000, മറ്റു ഭാഗത്ത് കേവലം 100-ൽ താഴെ ആളുകളാണ്. ഇവർ ഈ കർബല എന്ന പ്രദേശത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉപരോധിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സൈന്യത്തലവനായിട്ടുള്ള അംർ ബിൻ സഅദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ന്യായമായിട്ടുള്ള മറുപടി, ഞാൻ വന്നത്, അദ്ദേഹം ആ ഭണ്ഡാരം കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമാണ് ഞാൻ വന്നത്. ഈ നാട്ടിലെ ആളുകൾക്ക് എന്നെ വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോകാൻ ഞാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഉമർ ബിൻ സഅദ് എന്ന് പറയുന്ന വ്യക്തി ഈ സന്ദേശം അദ്ദേഹം ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു. ഇതാണ് ഇദ്ദേഹം പറയുന്ന മറുപടി, അദ്ദേഹം തിരിച്ചു പോകാൻ സന്നദ്ധനാണെന്ന്. അപ്പോൾ ധിക്കാരിയായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഇബ്നു സിയാദ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും അദ്ദേഹത്തോട് പറയുക, 2 തീരുമാനങ്ങൾ ഞാൻ നൽകുന്നു, അതിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കുക. ഒന്നുകിൽ കൊട്ടാരത്തിൽ വന്ന് എൻ്റെ കയ്യിൽ യസീദ് ബിൻ മുആവിയക്ക് അദ്ദേഹം ബൈഅത്ത് നൽകണം, അതല്ലെങ്കിൽ യുദ്ധം. ഇതിൽ 2-ൽ ഏതെങ്കിലും ഒരു തീരുമാനം അദ്ദേഹം സ്വീകരിക്കേണ്ടതാണ്. എത്ര ധിക്കാരപരമായിട്ടുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായിട്ടുള്ള ഈ വ്യക്തി, ഈ ഒന്നുമല്ലാത്ത ഈ ഇബ്നു സിയാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാൽ കീഴിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ അംർ ബിൻ സഅദ് എന്ന് പറയുന്ന പടയാളി തിരിച്ചു പോയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ തീരുമാനം പറഞ്ഞ സന്ദർഭത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ട് അത് ഒരിക്കലും സ്വീകാര്യമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും 3 നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ എന്നെ മക്കയിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ സമ്മതിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ എന്നെ മക്കയിലേക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കുക, അതല്ലെങ്കിൽ എന്നെ നിങ്ങൾ യസീദ് ബിൻ മുആവിയയുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കുക, സിറിയയിലുള്ള യസീദ് ബിൻ മുആവിയയുടെ അടുത്തേക്ക് എത്തിക്കുക, ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചോളാം. അതുമല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഏതെങ്കിലും പ്രദേശത്തേക്ക് നാട് കടത്തുക. ഈ 3 തീരുമാനങ്ങൾ അദ്ദേഹം അറിയിച്ചു, ന്യായമായ 3 തീരുമാനങ്ങൾ. അപ്പോൾ ഈ 3 തീരുമാനങ്ങൾ കേട്ടതോടുകൂടെ ഈ അംർ ബിൻ സഅദ് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം വളരെ അവർക്ക് ചില അർത്ഥത്തിൽ അദ്ദേഹം ഇവർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം ചില ഘടകങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഈ 3 തീരുമാനങ്ങൾ കേട്ടതോടെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം വീണ്ടും ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഈ 3 ഓപ്ഷൻ, അദ്ദേഹം നൽകിയ 3 ഓപ്ഷൻ അദ്ദേഹം ഇബ്നു സിയാദിനോട് പറയുകയാണ്. ഇവർ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം.
ഈ ക്രൂരനും ധിക്കാരിയും തന്ത്രശാലിയുമായിട്ടുള്ള ഇബ്നു സിയാദ് അദ്ദേഹം ഈ മൂന്നും തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മൂന്നും ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ എൻ്റെ കയ്യിൽ വന്ന് അദ്ദേഹം ബൈഅത്ത് നൽകണം, അതല്ലെങ്കിൽ യുദ്ധം ഞാൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ഈ ഇബ്നു സിയാദിന് മനസ്സിലായി. അംർ ബിൻ സഅദ് എന്ന് പറയുന്ന പടയാളിക്ക് ഒരർത്ഥത്തിൽ ചെറുതായിട്ട് അവർക്ക് അനുകൂലമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടെ അദ്ദേഹത്തെ മാറ്റി പിന്നീട് ഈ സന്ദേശം കൈമാറുന്നത് അദ്ദേഹത്തിന് പകരമായിട്ട് ഷിമർ ബിൻ ദിൽജൗഷൻ എന്ന് പറയുന്ന ഒരാളെയാണ് അദ്ദേഹം മാറ്റി പറഞ്ഞയക്കുന്നത്. ഈ ഷിമർ ബിൻ ദിൽജൗഷൻ വളരെ ക്രൂരനായിട്ടുള്ള ഒരു പടയാളിയായിരുന്നു. അദ്ദേഹത്തെയാണ് പിന്നീട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ ഷിമർ ബിൻ ദിൽജൗഷൻ എന്ന് പറയുന്ന വ്യക്തി കർബലയിൽ എത്തുകയും ഇതെല്ലാം നടക്കുന്നത് ഈ ഹിജറ വർഷം 61 മുഹറം മാസം 3-നും 9-നും അടക്കമാണ് ഈ സന്ദേശ കൈമാറ്റങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഷിമർ ബിൻ ദിൽജൗഷൻ അവിടെ എത്തുകയും മുഹറം മാസം 9-ാം തീയതി അദ്ദേഹം അവസാനമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് പോയിട്ട് യസീദ് ബിൻ മുആവിയക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈഅത്ത് നൽകാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞങ്ങൾ നിങ്ങളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം വീരുവല്ല ഹുസൈൻ റളിയല്ലാഹു ഒരിക്കലും ആ തീരുമാനം അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ന്യായമായിട്ടുള്ള 3 നിർദ്ദേശങ്ങൾ നൽകി, അതുപോലും അവർ ധിക്കരിക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അങ്ങനെ ഹിജറ വർഷം 61 മുഹറം മാസം 10-ാം തീയതി കർബലയിൽ വെച്ചുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധം അരങ്ങേറുകയാണ്. 4000-ഓളം വരുന്ന പടയാളികൾ കേവലം 70-ൽ താഴെ വരുന്ന ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുള്ള ആളുകളുമായിട്ട് യുദ്ധം നടത്തുകയാണ്. യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരോടൊപ്പം വന്ന മുഴുവൻ ആളുകളെയും, സ്ത്രീകൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും അവർ വധിച്ചു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എതിരെ വാളോങ്ങാൻ അവരാരും ധൈര്യപ്പെട്ടില്ല. ആ പവിത്രമായിട്ടുള്ള ശരീരത്തിൽ വാളോങ്ങാൻ അവരാരും ധൈര്യപ്പെട്ടില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായി. ഷിമർ ബിൻ ദിൽജൗഷൻ എന്ന് പറയുന്ന വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ സിനാൻ ബിൻ അനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സന്ദേശം നൽകുന്നു. അങ്ങനെ സിനാൻ ബിൻ അനസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ വാളോങ്ങുന്നു. അദ്ദേഹത്തെ വധിക്കുക മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അവരരിഞ്ഞെടുത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തല അവരരിഞ്ഞെടുത്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുമായിട്ട് വരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലയുമായിട്ട് ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലെത്തി. ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഈ ക്രൂരനായിട്ടുള്ള വ്യക്തി ആ തലയിൽ ഒരു കൊള്ളിക്കമ്പ് കൊണ്ട് കുത്തി വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ ചില സംസാരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമയത്ത് സദസ്സിൽ ഇരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് ഒരുപാട് പ്രായം ചെന്ന ആ ഒരു സന്ദർഭത്തിലാണ് ആ സമയത്തുള്ളത്. ഇതിന് സാക്ഷിയായ അനസ് ബിൻ മാലിക് പറയുന്ന ചില വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ട് പതിഞ്ഞ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വെച്ച ഒരു സ്ഥലത്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നീ അതിനെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇബ്നു സിയാദ് അവസാനം മരണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇതോടുകൂടെ കർബലയുടെ ചരിത്രം അവസാനിക്കുകയാണ്. ഇതാണ് കർബലയിൽ അന്ന് സംഭവിച്ചത്. പക്ഷേ വിശ്വാസപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അതുവരെ കേവലം കർബലയിൽ ഇതിന് ശേഷം, അതായത് ഹിജറ വർഷം 61-ൽ ഇത് സംഭവിച്ച്, പിന്നീട് 4 വർഷത്തിന് ശേഷം ഹിജറ വർഷം 65-ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ, ഷിഅത്തു അലി എന്ന് സ്വന്തം വിളിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ, അവരൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ആ ഗ്രൂപ്പിന് അവർ നൽകിയ പേര് തന്നെ തവ്വാബൂൻ എന്നാണ്. അതായത് അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവരുടെ പ്രവൃത്തിയിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 40,000-ഓളം ആളുകൾ ബൈഅത്ത് നൽകിയ ഒരു പ്രദേശത്തിൽ ഇത്ര ക്രൂരമായ രൂപത്തിൽ കൂഫയിലുള്ള ആളുകൾ അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് അതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി അവരൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ വിഭാഗം ആളുകൾ തങ്ങളുടെ ഈ ഒരു ചെയ്തിയിലുള്ള മനംനൊന്ത് ഇതിന് പ്രതികാരം ചെയ്യേണ്ടതുണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഇബ്നു സിയാദിനെ വധിക്കാൻ വേണ്ടി
ഇബ്നു സിയാദിനെ വധിക്കാൻ വേണ്ടി ഒരു സൈന്യം ഒരുക്കുകയും ആ സൈന്യവുമായിട്ട് അവർ സിറിയയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഹിജ്റ വർഷം 65 ഇത് സംഭവിക്കുന്നത്. യാത്രക്ക് ഇടയിൽ അവർ കർബലയിലെത്തിയ സന്ദർഭത്തിൽ, കർബല എന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ അവർ രാത്രി മുഴുവൻ തങ്ങുകയും അവിടെ വെച്ചുകൊണ്ട് ആ തങ്ങളുടെ ചെയ്തിയിൽ ഉള്ള വിഷമം കാരണം അവർ അലമുറയിട്ട് കരയുകയും നെഞ്ഞത്തടിക്കുകയും ശരീരത്തിൽ മുഴുവൻ മുറിയേൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷിയായിസവുമായിട്ട് ബന്ധപ്പെട്ട പല ആചാരങ്ങളും, നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള പല ആചാരങ്ങളും കാണാം. അതെല്ലാം ഇതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം പിന്നീട് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഷിയായിസത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ഷിയായിസത്തിൻ്റെ ജന്മം എന്നുള്ളത് ഈ കർബല സംഭവത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതുവരെ ഷിയായിസം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഷിയായിസം അല്ലെങ്കിൽ അത് കർബല സംഭവത്തിന് മുമ്പുള്ള ഷിയായിസം കേവലം ഒരു രാഷ്ട്രീയ മുന്നേറ്റം മാത്രമായിരുന്നു. ബനു ഉമയ്യ ഗോത്ര, അതായത് ഉമവികൾക്കെതിരെ അഹ്ലു ബൈത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കേവലം ഒരു രാഷ്ട്രീയ മുന്നേറ്റം മാത്രമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഷിയായിസം. പക്ഷേ അതേസമയം ഈ കർബല സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വികല വിശ്വാസങ്ങൾ, അതുവരെ ഉണ്ടായിരുന്ന ഷിയാക്കൾ എല്ലാ സ്വഹാബികളെയും അംഗീകരിക്കുന്നവരായിരുന്നു. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം അംഗീകരിക്കുന്നവരായിരുന്നു. പക്ഷേ അതേസമയം കർബല സംഭവത്തിന് ശേഷം ഉസൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നീട് ഇന്ന് കാണുന്ന നമ്മൾ ഇത്നാശരികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഷിയ വികല വിശ്വാസങ്ങൾ മുഴുവനും രൂപമെടുക്കുന്നത് ഈ ഒരു കർബല സംഭവത്തിന് ശേഷമാണ്. ഇതേ സംഭവം പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. കാരണം അന്ന് കർബലയിൽ അവർ എല്ലാവരെയും, സ്ത്രീകൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും വധിച്ചെങ്കിലും ഒരാൾ മാത്രം അതിൽ ബാക്കിയാകുന്നുണ്ട്. അത് അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന വളരെ നമ്മളെല്ലാം പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം മാത്രം അതിൽ അവശേഷിക്കുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള പനി വന്നതിനാൽ അദ്ദേഹം ഒരു ടെൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ വധിച്ചിരുന്നില്ല. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ അലി ഇബ്നു സൈനുൽ ആബിദീനോട് ഇതേ രൂപത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത അതേ രൂപത്തിൽ അദ്ദേഹത്തോടും കൂഫ നിവാസികൾ അദ്ദേഹത്തോട് വരാനും അധികാരം ഏറ്റെടുക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇതേ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചരിത്രത്തിൽ. മക്കയിലുള്ള സ്വഹാബികളെല്ലാം അദ്ദേഹത്തെ വിലക്കുന്നു. പക്ഷേ അദ്ദേഹം ആ വിലക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് കൂഫ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കൂഫയിലേക്ക് പോകുന്നു. അവിടെ എത്തിയ സന്ദർഭത്തിൽ അന്ന് ഷിയായിസം ഒരുപാട് മാറിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർബല സംഭവത്തിന് ശേഷം ഷിയായിസത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ അതൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് അലി സൈനുൽ ആബിദീനോട് അവരാവശ്യപ്പെടുന്നത്, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും തള്ളിപ്പറയണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊരിക്കലും അദ്ദേഹത്തിന് സ്വീകാര്യമല്ല. അദ്ദേഹം അതിന് സന്നദ്ധമായില്ല. അദ്ദേഹത്തെയും ഇവർ വളരെ മൃഗീയമായിട്ട് വധിക്കുന്നതാണ് പിന്നീട് കൂഫയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ അതിക്രൂരമായിട്ടുള്ള വഞ്ചന നടത്തിയ വിഭാഗമാണ് ഇന്ന് ഷിയഅത്തു അലി അല്ലെങ്കിൽ അലിയുടെ വിഭാഗം എന്നറിയപ്പെട്ട് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഷിയഅത്തു അലി അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സുന്നികളായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവരെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സംഭവത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ ഇതിൻ്റെ പ്രതി ഇബ്നു സിയാദ് എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അനുഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവസാനമായിട്ട് അദ്ദേഹത്തിന് മുഖ്താർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും അവസാനമായിട്ട് അദ്ദേഹത്തെ വധിക്കുകയും ഇതേ രൂപത്തിൽ അദ്ദേഹത്തെയും ശിരച്ഛേദം ചെയ്തുകൊണ്ട് അതേ രൂപത്തിൽ അദ്ദേഹവും മരണപ്പെടുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. പിന്നീട് ഉള്ളത് നമ്മൾ പ്രധാനമായിട്ടുള്ള പ്രതി എന്ന് പറയുന്നത് യസീദ് ഇബ്നു മുആവിയാണ്. പക്ഷേ യസീദ് ഇബ്നു മുആവിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂരമായിട്ടുള്ള പ്രവർത്തികളൊന്നും ചെയ്യാൻ ഇബ്നു സിയാദിനോട് യസീദ് ഇബ്നു മുആവിയ കൽപ്പിച്ചിരുന്നില്ല. അതെല്ലാം അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. എന്നിരുന്നാലും ഈ പ്രവർത്തികൾക്ക് ശേഷം ഈ പ്രവൃത്തി ചെയ്ത ഇബ്നു സിയാദിനെതിരെയോ അതേപോലെ തന്നെ ഇത് ചെയ്ത ഈ ശിംർ ഇബ്നു ജൗസിനെതിരെയോ ഒരു വിരലനക്കാൻ പോലും യസീദ് ഇബ്നു മുആവിയ സന്നദ്ധനായില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാപഭാരത്തിൽ തീർച്ചയായിട്ടും യസീദ് ഇബ്നു മുആവിയക്കും പങ്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയത് പ്രത്യേകം പറയുകയാണ്. കർബലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഹദീസ് കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സന്ദർശിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരിക്കുന്നതായിട്ട്
കാണപ്പെടുകയുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാ യുബിക്കിക റസൂലുള്ളാഹി, എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മകൻ, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവനെ വധിക്കുമെന്ന് ഒരു മലക്ക് എന്നോട് വന്ന് പറയുകയുണ്ടായി. സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പം ആ മലക്ക് എന്നിട്ട് എന്നോട് ചോദിച്ചു, അവരും വധിക്കപ്പെടുന്ന സ്ഥലം താങ്കൾക്ക് കാണേണ്ടതുണ്ടോ എന്ന് ആ മലക്ക് ചോദിച്ച സന്ദർഭത്തിൽ ഞാൻ അതെ എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് മലക്ക് ആ പ്രദേശത്ത് നിന്ന് ഒരൽപ്പം മണ്ണെടുത്തു കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തരികയുണ്ടായി. ആ മണ്ണ് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനും സ്വഹാബികൾക്കും കൈമാറി. സ്വഹാബികൾ, ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പറയുന്ന ആ മണ്ണ് പിന്നീട് ആ മണ്ണ് കർബലയിലുള്ള മണ്ണായിരുന്നത് പിന്നീട് ഞങ്ങൾ അറിയുകയുണ്ടായി എന്ന് ആ സ്വഹാബി പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും മുൻകൂട്ടി തന്നെ ഈ ഉമ്മത്തിൽ വരാൻ പോകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവസാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടെന്ന് തോന്നിയ ഒരു ഹദീസ് കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പം ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ, ഹജ്ജാജികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മക്കയിൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രായം ചെന്നൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ കണ്ട സമയത്ത് ഈ ഹജ്ജാജികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, അത് ഇബ്നു ഉമറാണ്, നമുക്ക് അദ്ദേഹത്തോട് പോയിട്ട് ചില സംശയങ്ങൾ ചോദിക്കാമെന്ന്. അങ്ങനെ അവർ വന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ട ചെയ്യരുത്, അല്ലെ വേട്ട ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിക്കാൻ പാടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ വന്നൊരു കൊതുകിനെ ഞങ്ങൾ കൊന്നു, അപ്പോൾ അതിൻ്റെ രക്തം ഞങ്ങളുടെ ശരീരത്തിൽ ആയിട്ടുണ്ട്, അതിന് ഞങ്ങൾ ഫിദിയ നൽകേണ്ടതുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ കൊതുകിനെ കൊല്ലുന്നത് ആരും വേട്ടയായിട്ട് കരുതാറില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ട സന്ദർഭത്തിൽ, ഈ വിചിത്രമായിട്ടുള്ള ചോദ്യം കേട്ട സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൂഫയിൽ നിന്നാണെന്ന്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വാ അജബ, എത്ര അത്ഭുതകരമാണ് നിങ്ങളുടെ കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനെ നിങ്ങൾ നിഷ്ഠൂരമായിട്ട് കൊന്ന നിങ്ങളാണ് ഇന്ന് എന്നോട് ചോദിക്കുന്നത്, ഒരു കൊതുകിനെ കൊന്നതിന് ഞാൻ ഫിദിയ നൽകേണ്ടതുണ്ടോ എന്ന്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കാനും സത്യത്തിൻ്റെ പാതയിൽ അവസാനം വരെ ഉറച്ചു നിൽക്കാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.